ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ വെള്ളിയാഴ്ച. ഇന്ന് ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ബിസി ഡേ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഞാൻ പോന്നിട്ടില്ല. അപ്പോൾ ഇന്നതേ രാവിലെ എണീറ്റു. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഡിവൈൻ കോട്ടയത്തേക്ക് പോവുകയാണ്. അധികം ദിവസമൊന്നുമില്ല. ഇന്ന് പോയിട്ട് തിങ്കളാഴ്ച വരും. ഡോണിൻ്റെ കൂടെ പോയിട്ട് ഡോണിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. രാവിലെ ഡിമ്പിളും പാച്ചു എത്തി. അപ്പോൾ അവർ ഞങ്ങൾ എണീറ്റതിന് അവർ പോകണ നേരമായപ്പോഴേക്കും ഞങ്ങൾ വേഗം എണീറ്റു. 8:30 കൂടിയിട്ട് അവർ ഇറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നപ്പോൾ അടുത്ത ആൾ പോയി എന്ന് പറയാം. കുറേ നാളായി ഇതുപോലെ അങ്ങനെ എന്താ പറയുക, ഡിവൈൻ ശരിക്ക് പ്രസവിച്ച് എണീറ്റ് വന്നിട്ട് അമ്മാമ്മയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ മോൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് പോണത്. ശരിക്കും മോനെ 6 മാസമായി, 5 മാസത്തോളമായിട്ടോ ഡിവൈൻ പോയിട്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുമെങ്കിലും ആൾക്കാർക്ക് അറിയില്ലല്ലോ കൊച്ചിൻ്റെ അസുഖം കൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്നൊന്നും. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമെങ്കിൽ 2 ദിവസം സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ രാവിലെ ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. ഡിവൈനൊക്കെ നൂഡിൽസ് കഴിച്ചിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ പാച്ചുട്ടനെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് തോമുവിന് കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ വിചാരം തോമൊക്കെ ഉച്ചയാവണോട് കൂടിയിട്ടേ പോവുള്ളൂ എന്നാ, രാവിലെ തന്നെ പോകുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം രാവിലെ പോകുക തന്നെയാണ് നല്ലത്. കാരണം അപ്പോൾ ഉച്ചയോടുകൂടി അവിടെ എത്താമല്ലോ. 2 ആളെയും കൂടിയിട്ടുള്ള യാത്ര എളുപ്പമല്ല, 2 കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുൽഫി നമ്മുടെ പാച്ചുവിന് കൊടുത്തേക്കാം. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവനത് നല്ല രസത്തോടു കൂടി തിന്നു. അപ്പോൾ ഞാനും കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാട്ടോ, വലിയ കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫുൾ വലിച്ചു വാരി ഇട്ടേക്കാണ്. രാവിലത്തെ കഴിഞ്ഞിട്ട് ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിക്കോ. അപ്പോൾ പൊന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ ബെഡ്റൂമിലത്തെ കബേർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വെച്ചു. കാരണം പാച്ചു കുറച്ച് വലുതാവുകയും ചെയ്തു, ഇത്തിരി ഹൈറ്റ് വെച്ചു. പിന്നെ കണ്ടമാനം ഡ്രസ്സുകൾ പുതിയത് വന്നപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ ഒരേ വട്ടം 2 വട്ടമൊക്കെ ഇട്ട ഡ്രസ്സുകളാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കബേർഡ് നിറയ്ക്കണതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി വെക്കാനായിട്ട് പൊന്നു അതിന് വേണ്ടിയിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന നമ്മൾ എങ്ങനെ വന്നാലും ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ ഒരു ഒതുക്കലും പെറുക്കലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഒതുക്കാൻ നിന്ന് അതോട് കൂടിയിട്ട് ഡിമ്പിളുടെ റൂമിലാണ് നമ്മളുടെ മെഡിസിൻസിൻ്റെ ടേബിള്, കബേർഡ് ഡിമ്പിളുടെ റൂമിലാണ് കേട്ടോ. അപ്പോൾ അവളത് തുറന്ന് അത് ഫുൾ ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ എടുത്ത് കളഞ്ഞ്. അപ്പോൾ എപ്പോഴും നമ്മൾ മരുന്നുകൾ വെക്കുമ്പോൾ സൂക്ഷിക്കണം. എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ കൈയോടെ എടുത്ത് കളയണം, ഗുളികകൾ ആവശ്യമില്ലാത്തത് കളയണം. അപ്പോൾ അതൊക്കെ ഞാൻ പൊന്നൂനെയാണ് ഏൽപ്പിക്കുക കേട്ടോ. അപ്പോൾ ആ റൂമിലാണ് ആ കബേർഡ് കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളുടെ പരിയപ്പുറത്തെ സിങ്കിൻ്റെ അടി ഒന്ന് ക്ലീൻ ചെയ്യണം. പട്ടിക്കൂട് ഞാൻ നന്നായിട്ട് അടിച്ച് കഴുകി. അപ്പോൾ എനിക്ക് ചാക്കോച്ചനില്ലാത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടം. കാരണം അല്ലെങ്കിൽ എങ്ങനെ വന്നാലും അവനൊന്ന് കൈമാറുകയോ അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ നമ്മൾക്ക് എപ്പോഴും കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അടിച്ച് കഴുകിയതിന് ശേഷം മാറ്റുകൾ അടിയിലേക്ക് ഇട്ട് കൊടുത്തു. മാറ്റ് നനച്ചിട്ടു. അപ്പോൾ അവർക്ക് രാത്രി ആയാലും വന്ന് കിടക്കുമ്പോൾ ഒരു കുളിർമതി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡിമ്പിളുടെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകൾ കംപ്ലീറ്റ് വാഷ് ചെയ്ത് ഞാൻ കൈയോടെ തോരയിട്ടു. അത് ശരിക്ക് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ അവൾക്ക് അത് ഒതുക്കി വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് രാവിലെ തന്നെ അതിന് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കിച്ചണിലെ പണി ഡിമ്പിൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സൗകര്യമാണ്, വല്ലാണ്ടുള്ള പണികളുണ്ടാവില്ല. പിന്നെ എന്തോ ഞാനും അവളും കൂടിയിട്ട് വരുമ്പോൾ ഒരു വശത്തുനിന്ന് അവൾ ഒതുക്കും, ഡാഡി വേറെ വശത്തേക്ക് പോവും, അങ്ങനെയാണ്. അപ്പോൾ ഡാഡി ചക്ക ഇന്നലത്തെ നമ്മുടെ പകുതി ബാക്കി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ചുള പറക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ പരിയപ്പുറത്തെ മറ്റേ ഫിൽറ്റർ വെച്ചേക്കണ അതിൻ്റെ അവിടുത്തെ കബേർഡാണ്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ കുറേ കുപ്പികളുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് വലിയ കുപ്പികൾ, അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടത്തോട് പൊടിച്ചത്, പെഡിഗ്രി, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. ഇത് നമ്മുടെ പാച്ചുവിന് പ്ലേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുമ്പ് ഉണ്ടായിരുന്നത് തന്നെയാണ്. അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഉച്ചയിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചെമ്മീൻ, ഇന്നലെ രാത്രിയിലത്തെ ചെമ്മീൻ കറിയുടെ ബാക്കി, പിന്നെ നമ്മളുടെ സോസേജ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്നലത്തെ അയിലയിൽ ഒരു അയിലേൻ്റെ ബാക്കി, അപ്പോൾ അതും വറക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ നാളേക്ക് ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടു. കുറച്ച് ഉഴുന്നെടുത്തിട്ട് ഉഴുന്ന് വടക്കി ഇട്ടു. കാരണം ഉഴുന്ന് എന്താണെന്ന് അറിയുള്ളൂ, ഈ പ്രായത്തെ കൊണ്ടുവന്നത് അപ്പിടി പൊടിയായിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെയെങ്കിലും ഒന്ന് വേഗം അവസാനിപ്പിക്കണം. അപ്പോൾ അത് വട ഉണ്ടാക്കി അവസാനിപ്പിക്കാൻ വെച്ചിട്ട്
അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ എന്താ പറയുക, വാഷ് ബേസിൻ്റെ അടിയിലത്തെ ആ കബേർഡ് വൃത്തിയാക്കിയപ്പോൾ അതിലത്തെ സ്റ്റാൻഡ് ഡാഡി എനിക്ക് കഴുകി തന്നു. അത് ഞാൻ പരിയപ്പുറത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് പച്ചക്കറികൾ ഇനി അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഡിംപിൾ പറഞ്ഞു, എനിക്ക് പരിപ്പ് വെറുതെ മുളക് കാച്ചാൽ മതി മമ്മി, മീൻ വറുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് മതി, വേറെ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് പരിപ്പെടുത്ത് കുത്തി കാച്ചി ഇതൊക്കെ ഡാഡി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. സബോളയും കാര്യങ്ങളൊക്കെ ഡാഡി കൊണ്ടുവന്ന് വെച്ചു. ഇത് നമ്മുടെ പെഡിഗ്രിയാണ്. അപ്പോൾ പെഡിഗ്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആയിട്ടാണ് വാങ്ങിക്കുക, വലിയ ഒരു കുഞ്ഞെ കുട്ടിച്ചാക്കായിട്ടാണ് വാങ്ങിക്കുക കേട്ടോ. ഈ കുറേശ്ശെ വാങ്ങിക്കുന്നത് നഷ്ടമാണ്, നമുക്ക് 3 ആൾക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഈ ടിന്നുകളിലാണ്, ഈ 5 ലിറ്ററാന്ന് തോന്നുന്നുണ്ട്, ടിന്നുകളിലാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് വെയിലത്തിട്ടാൽ ശരിയാവുള്ളൂ. ഇനി ഇവിടെ അങ്ങോട്ട് വർഷക്കാലം വന്നു കഴിഞ്ഞാൽ ഇത് പൂക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെയിലത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഈ സമയമാണ് നമ്മൾ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കാമെന്ന്, അത് വെയിലത്തിട്ടു. അപ്പോൾ ഡാഡിയാണ് കേട്ടോ അതൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ ഞാനിവിടെ വേഗം കിച്ചണിലത്തെ കാര്യങ്ങൾ നോക്കി, രാത്രി വരെയുള്ള പണികൾ കഴിച്ചാൽ പിന്നെ രാത്രി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു, കാരണം കണ്ടമാനം ഒതുക്കാണ്ട്. അങ്ങനെ ദേ പരിപ്പ് മുളക് കാച്ചി സോസേജ് എടുത്തിട്ട് ഞാൻ വറുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, വെറുതെ മുളകിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, വടയിലത്തെ സാമ്പാർ ഇന്നലത്തെ ഇടാൻ തോന്നുന്നുണ്ട്, കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. ഫ്രൂട്ട്സിന് വരുന്നേ ചക്കയുണ്ട്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ചക്ക കേട്ടോ, കുഞ്ഞു ചക്കയാണ് പക്ഷേ നല്ല ചക്ക, നല്ല എന്താ പറയുക ക്രിസ്പായിട്ടിരിക്കുന്ന ചക്ക. അപ്പോൾ ഞാൻ പരിപ്പ് മുളക് കാച്ചണതിന് മുമ്പായിട്ട് ഇവിടെ പാച്ചൂട്ടന് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നമ്മുടെ ഉണ്ണികളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെയാണല്ലോ, നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കാച്ചണതിന് മുമ്പ് കുറച്ചെടുത്ത് വെക്കുമല്ലോ. അങ്ങനെ മണി 2:30 ഡാഡി ഇതേ പാക്കിങ് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ പോയേക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ആ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിന് കടന്നത്. അങ്ങനെ ദേ ഉച്ചയിലത്തെ ഊണിൻ്റെ കാലാകുമ്പോഴേക്കും എല്ലാതും ക്ലീനായി. ഇനി ഡാഡി വന്ന് നമുക്ക് ഊണ് കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാച്ചൂട്ടനുള്ള ചോറ് ഞാൻ കൊടുത്തു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടുരുട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനെടുത്ത് അത് പെറുക്കി തിന്നും. അപ്പോൾ ഡാഡി പോസ്റ്റ് ചെയ്യാൻ പോയി വരുന്നതോട് കൂടിയിട്ട് ഉരുളക്കിഴങ്ങും കാടമുട്ടയും പാലും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ ഇവിടെ വെച്ചു. കാടമുട്ട ഞാൻ കുറച്ചെടുത്ത് പുഴുങ്ങാട്ടു, പിന്നെ നമ്മളുടെ പാലെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒന്നും കൂടിയും കുളിക്കുക, എപ്പോഴും കുളിയാണ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു സമയം 4-3:30 ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവരും കിടക്കാൻ പോയി, ഞാനും ഡാഡിയും കിടന്നു. പിന്നെ 6 മണിക്കാണ് കേട്ടോ എണീറ്റത്. ശരിക്കും 4 മണി തൊട്ട് ഒരു 6 മണി വരെ 2 മണിക്കൂർ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഫോണിൽ നോക്കുക, ഗ്രൂപ്പിൽ സംസാരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് കാണുക, അതൊക്കെ ആ സമയത്താണ് ഞാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ 6 മണിയോട് കൂടിയിട്ട് ഞാൻ എണീറ്റു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പട്ടികളുടെ ഇറച്ചിയാണ്. ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാനിങ്ങനെ പാത്രത്തിലാക്കി വെക്കുന്നത്. ഇതൊരു നേരത്തേക്കുള്ള ഫുഡാണ്, അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്ന് ഞാൻ ഊറ്റി വെച്ചു, ചായ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ഉമ്മർത്ത് പോയി നമ്മളുടെ ഉണക്കാട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാരി വെക്കണമല്ലോ. അപ്പോൾ ഇത് ഞാൻ ടൈമറിലിട്ടിട്ട്, പട്ടിയുടെ ഇറച്ചി ഞാൻ ടൈമറിലിട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇതൊക്കെ പതുക്കെ ഒതുക്കി കൂട്ടി. ശരിക്ക് ഇന്നലെ അരിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇന്നത്തെ ആ വെയിലുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 ദിവസം ഉണങ്ങണ അതിൻ്റെ ഫലമായി, കംപ്ലീറ്റ് അങ്ങോട്ട് നല്ലോണം ഉണങ്ങിയ പോലെ ആയിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഉമ്മറത്തേക്ക് കയറ്റി വെച്ചു. ഇത് നമ്മുടെ അയിനിച്ചക്കയുടെ കുരുവാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ പറയണ്ടായിരുന്നു അത് വറുത്ത് തിന്നാൽ നല്ല ടേസ്റ്റാന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഡാഡി പറഞ്ഞു നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം ചക്ക അങ്ങനെ തിന്നാൻ പറ്റിയില്ല, ഒട്ടി പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുരു മാത്രം എടുത്ത് അങ്ങനെ എടുത്തിട്ട് ഉണക്കാട്ടു. അങ്ങനെ ഞാൻ അതൊക്കെ ഉമ്മർത്ത് കയറ്റി വെച്ചതിന് ശേഷം ഞാൻ സൈഡിലേക്ക് ഒന്ന് നനയ്ക്കാൻ പോയിട്ടോ. അപ്പോൾ ഡാഡി ചൂട്ടത്തെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, അതുപോലെ ഓച്ചും പാച്ചും ഒക്കെ ഉറങ്ങുക. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നന കഴിഞ്ഞതിന് ശേഷം, നനച്ചതിൻ്റെ പേരിലാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, അപ്പോൾ ഇന്ന് വലിയ ചൂടൊന്നും തോന്നിയില്ല കേട്ടോ. അത് പൊന്നു പറയണ കേൾക്കാം, നനയ്ക്കണ ദിവസം ചൂട് കുറവ് തോന്നണമെന്ന് ആയിരിക്കാം. കാരണം ചുറ്റും ഈ കോൺക്രീറ്റ് വെള്ളം നനയുമ്പോൾ ചിലപ്പോൾ ആ ചൂടും പോയിട്ട് വല്ലാണ്ടുള്ള ചൂട് പോണതും ആവാം കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടോ, വേനൽക്കാലമായി കഴിഞ്ഞാൽ മണി പ്ലാന്റിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ നമ്മളത് നനച്ചാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വാടി ഒരു പരുവത്തിലാവും. പക്ഷേ ഈ ഭാഗമൊക്കെ ടാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ പോയിട്ട് വെള്ളം ഒഴിക്കും കേട്ടോ. അങ്ങനെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കണേ. അങ്ങനെ നമ്മുടെ തോമൂൻ്റെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ അതൊക്കെ ഒതുക്കി വയ്ക്കാം. പാച്ചുവിന് പിന്നെ വണ്ടിയോടൊന്നും വലിയ ക്രേസൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ധ്യയായി. ശരിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ സന്ധ്യ നേരത്തുള്ള പുറത്ത് കേട്ടോ. നല്ല
ഭംഗിയാണ് കാണാൻ, നല്ല വെളിച്ചമാണ്. കുറേ ലേറ്റായിട്ടേ ഇരുട്ടാവുള്ളൂ. നമുക്ക് മുമ്പിൽ വെളിപ്പറമ്പായ കാരണം നല്ല ഇതിലാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞാൻ സന്ധ്യയായ സമയത്ത് ഞാൻ വേഗം വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് വട ഉണ്ടാക്കി, ഉഴുന്ന് വട. ഞാൻ കൊച്ചു കൊച്ചു വടകളാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഉഴുന്ന് ഒരു ഇതായിന്ന്, അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ കാടമുട്ട കൊണ്ടുവന്നത് കുറച്ച് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മിളകിട്ടു. അതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ ഓർമ്മയാണ്. ഞങ്ങൾ 4 ആളുള്ള സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുമ്പോഴും കാടമുട്ട ഇങ്ങനെ ഇത് വരയും കേട്ടോ. ശരിക്കും ഞാൻ തിക്കുന്ന തിരക്കിൽ എനിക്ക് വരയാൻ പറ്റിയില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറേ തുണികൾ ഞാനും എടുത്തു, കുറച്ച് തുണികൾ ഡാഡിയും എനിക്ക് എടുത്തു തന്നു. കാരണം കണ്ടമാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഡിവൈൻ വാഷ് ചെയ്തിട്ട് പോയതുണ്ടായിരുന്നു, ഡിമ്പിളുടെ കൊണ്ടുവന്നത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാതും കൊണ്ടുവന്നിട്ടു. അപ്പോൾ ആ സമയം കൊണ്ട് പൊന്നും അത് മടക്കി. അപ്പോഴാണ് അവളൊരു പൂതി പറഞ്ഞത് കസ്റ്റേർഡ് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ വല്ലപ്പോഴൊക്കെ പറയുള്ളൂ, ആണ്ടിൽ സംക്രാന്തിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുള്ളൂ ഡിമ്പിള്, അങ്ങനെ പറയുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു പാക്കറ്റ് പാല്, ഒരു ഗ്ലാസ് പഞ്ചസാര, പിന്നെ എനിക്ക് തോന്നുന്നു 2 സ്കൂപ്പ് 2-3 സ്കൂപ്പ് കസ്റ്റേർഡ് പൗഡർ. സാധാരണ ഈ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഉണ്ടാക്കാറ് പതിവ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ ചാനലിൽ പണ്ടത്തെ വീഡിയോസിൽ നോക്കിയറിയാം, ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി നോക്കി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നന്നായി എന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ചാനലിൽ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം കസ്റ്റേർഡ് ഉണ്ടാക്കി അത് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ബദാമും പിസ്തയും കാഷ്നട്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്തിടണം, ക്രഷ് ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇതിൽ മറ്റേ പിസ്ത ഉണ്ടായിരുന്നില്ലേ, ബദാമും കാഷ്നട്ടും കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സാധനം കേട്ടോ, ഈ ക്രഷ് ചെയ്യണത്. നമുക്കിപ്പോൾ വല്ല ഷെയ്ക്ക് ഉണ്ടാക്കായാലും പിന്നെ എന്തിനായാലും ഇങ്ങനെ നല്ലതാണ്. പെട്ടെന്ന് ചിലതൊന്നും നല്ലതാവില്ലേ, പക്ഷേ ഇത് നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഞാൻ ആകെ 5 എണ്ണ മൊത്തത്തിൽ ഇട്ടുള്ളൂ, പക്ഷേ ഇത്രയേ ആയിട്ടും ബാക്കി ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ നേരെ വായലിടുക ചെയ്തത്, കാരണം ഇതിങ്ങനെ പൊടിച്ച് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതലായി. അപ്പോൾ അങ്ങനെ ഞാനത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു സെറ്റാവാനായിട്ട്. അപ്പോൾ ഒരു 8-9 ആയിട്ട് വെക്കുമ്പോൾ അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ എടുക്കാം, ഇന്നിപ്പോൾ ഇനി എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഡിവൈൻ എപ്പോഴും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും കേട്ടോ, കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കും, കസ്റ്റേർഡ് ഉണ്ടാക്കും, പക്ഷേ അതിൽ ഫ്രൂട്ട്സ് അരിഞ്ഞിടും. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടം അത് തന്നെയാണ്, ശരിക്കും അത് തന്നെയാണ് വേണ്ടതും. പക്ഷേ ഇവൾക്ക് അത് പ്ലെയിൻ കസ്റ്റേർഡ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് പ്ലെയിൻ കസ്റ്റേർഡ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുകുട്ടൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി വന്നതിന് ശേഷം നമ്മുടെ കാത്തൂൻ്റെ പാട്ട് ലല്ലല്ലൊക്കെ പാടി തുടങ്ങിയിട്ട്, അപ്പോൾ അത് കണ്ടിട്ട് ഒപ്പം ആക്ഷൻ സോങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും എന്തായാലും എന്താ പറയുക, 3 വയസ്സാവാനല്ലേ പോണേ. ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും 3 വയസ്സിൻ്റെ അന്ന് ബർത്ത്ഡേക്ക് ഞാൻ അവൾക്ക് ചിലങ്കയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഫസ്റ്റ് അവൾ 3 വയസ്സിനാണ് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ തോമുനെ കാണുമ്പോൾ വിചാരിക്കും ഈ പ്രായത്തിലാണല്ലോ ഇങ്ങനെ ആയിരുന്നേന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുൾഫി എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഇപ്പോൾ രാത്രി ഞാൻ കഴിച്ചത് കേട്ടോ, നേരത്തെ പാച്ചു മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇറച്ചിയൊക്കെ നേരത്തോടെ ഇന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, കാരണം തുണികളെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവർക്ക് ഇറച്ചി വെച്ച് കൊടുത്ത് കൂടെ അടച്ചിട്ടാണ് ഞാൻ തുണികളെടുത്തത്. പിന്നെ അവരെ തുറന്ന് വിട്ടു കേട്ടോ. ഞാൻ കിടക്കണ നേരത്ത് മാത്രമേ ഞാൻ അവരെ അഴിച്ചിടുള്ളൂ, പൂട്ടിയിടുള്ളൂ. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് കണ്ടോ, ഏറ്റവും ഭംഗിയിലാണ് നിൽക്കണേ ഇപ്പോൾ. അങ്ങനെ സബോളയൊക്കെ ഇത് ഒതുക്കി വെച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ അതാ റെഡിയായി. ഈ കുരു അതെ ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഏത് പരിവാകുമ്പോഴാണ് വറുക്കാന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഈ അയിനി ചക്കയുടെ കുരു വറക്കണത് എങ്ങനെയാണെന്ന് അറിയുമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഇനിയിപ്പോൾ നാളെയും കൂടി വെയിലത്ത് വെച്ചാൽ അത് നല്ലോണം ഉണങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറേ ലേറ്റായി. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ കുറേ നേരം കുട്ടികളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ വല്ലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാറുള്ളൂ. അപ്പം ഞാൻ ഇന്ന് എല്ലാതും അങ്ങോട്ട് ഇരുന്നു. അതുകൊണ്ട് എന്താ ഈ ഭക്ഷണം കഴിക്കാൻ ലേറ്റായി, എല്ലാതും ലേറ്റായി. എന്നാലും വല്ലപ്പോഴും ഒരു ദിവസമല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുട്ടികളില്ലാത്തപ്പോൾ അതായത് തോമു ചാക്കോച്ചനൊന്നും ഇല്ലാത്ത സമയത്താകുമ്പോഴാണ് നമ്മൾ കുറേ നേരം എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അവർ ഉറങ്ങണ സമയം കണക്കാക്കിയിട്ടും പിന്നെ അവർ മുകളിൽ പോണ സമയം കണക്കാക്കിയിട്ടൊക്കെയാണ് ബാക്കി നമ്മൾ കാര്യങ്ങൾ ചാർട്ട് ചെയ്യുക. ഇതാകുമ്പോൾ പിന്നെ ഒന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഇരിക്കുക, എപ്പോഴെങ്കിലൊക്കെ കിടക്കുക, അങ്ങനെയുള്ളൂ. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് അവൻ ഒന്നിലും പെടുന്ന ഒരാളല്ല. അവൻ ഇങ്ങനെ നടന്നോളും തന്നെ, അത് നോക്കി ഇത് നോക്കി അവിടെ ഒതുക്കി ഇവിടെ ഒതുക്കി അങ്ങനെ നടക്കും കേട്ടോ.
അങ്ങനെ ഇന്നതേ 12:10 അപ്പോൾ ഇപ്പോഴാണ് ശരിക്ക് എല്ലാ ഭക്ഷണ കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണം ഉച്ചയിലത്തെ എല്ലാം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പതിവില്ലാണ്ട് വടയുണ്ടായിരുന്നു, പിന്നെ കാടമുട്ട സംഭവം 3 4 ഉള്ളെങ്കിൽ പോലും അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുൾഫി കഴിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും വയറ് വല്ലാണ്ട് ആവശ്യമൊന്നും വന്നില്ല. ഒരേ പിടി ചോറ് തന്നെ കഴിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ബെഡ്ഷീറ്റ് മടക്കി വെച്ചതാണ്. ഡിവൈൻ ഞാൻ ഇന്ന് വാഷ് ചെയ്ത് ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ കയറി അത് അവിടെ വെക്കാം. അപ്പോൾ അതോടുകൂടി ഞാൻ മുകളിൽ കയറിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഒന്ന് കയറി ചെടികളും കാര്യങ്ങളൊക്കെ ഡിവൈനാണ് നോക്കി നനയ്ക്കലൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ആവശ്യം വരാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഒന്ന് കയറി നനച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാളൊന്നും ചെയ്യണ്ടല്ലോ, അപ്പോഴേക്കും കുട്ടി എത്തുകയും ചെയ്യില്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞത് കിടക്കാൻ പോകാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ഇത് കണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പൊന്നു നമ്മുടെ പാച്ചുവിൻ്റെ ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വട്ടിട്ടതും അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഡ്രസ്സുകളുണ്ട്. ചെറുപ്പത്തിലേ തൊട്ടുള്ള ഇവൻ്റെ ഡ്രസ്സൊന്നും ചാക്കോച്ചന് പാകാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ഞങ്ങൾ കൊടുക്കാറുണ്ടല്ലോ, കുരിയച്ചിറയിലാണ്. അപ്പോൾ അതും മാറ്റി വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അപ്പാപ്പൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഡിമ്പിൾ അപ്പുറത്ത് കുളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ പാച്ചുതേ ഇങ്ങനെ എന്താ പറയുക, അപ്പ ഓരോന്ന് ചെയ്യണ കണ്ടിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടും എന്താ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഫോണിലാണ് കളി മുഴുവൻ. കംപ്ലൈൻ്റായ ഒരു ഫോണാണത്. അതുകൊണ്ടാണ് അവനങ്ങനെ അത്രയും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക പാട്ട് കേൾക്കുക ഒക്കെ വെക്കും തന്നെ കേട്ടോ. അപ്പോൾ അപ്പയുടെ അടുത്ത് പോയി വന്നപ്പോൾ കുറച്ചും കൂടിയും ഇതിനോട് കുറേ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട്. കാരണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.